وأن يكره أن يعود في الكفر بعد أن أنقذه الله كما يكره أن يقذف في النار. ഇസ്ലാം ഉപേക്ഷിച്ച് അവിശ്വാസത്തിലേക്ക് പോകുന്നത് തീയിലേക്ക് പോകുന്ന പോലെ പേടിക്കുന്ന ഒരാൾ. ഇന്ന് നിരീശ്വരവാദം സംവാദങ്ങൾ, നിരീശ്വരവാദികളുടെ സംവാദങ്ങള്, അവരുടെ അവതരണങ്ങള്, വിഷയാവതരണങ്ങള്, സമർത്ഥനങ്ങള് യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലും നമ്മുടെ ചെറുപ്പക്കാർ ഇവർക്കെന്ത് പറയാനുണ്ടെന്ന് കേട്ടു നോക്കട്ടെ എന്ന് കണ്ട് ഒന്ന് കേട്ടു നോക്കുകയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും യഥാർത്ഥമായ വസ്തുതകളെ വളച്ചൊടിച്ച് സമർത്ഥിക്കുന്ന ഇത്തരക്കാരുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഈമാൻ നഷ്ടപ്പെട്ടു പോവുകയും അള്ളാഹുവിനോടും റസൂലിനോടും ഒരിക്കലും തോന്നാൻ പാടില്ലാത്ത ചിന്തകൾ തോന്നിത്തുടങ്ങുകയും ചെയ്താൽ പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഈമാൻ ഒരു മനുഷ്യൻ കുപ്പായം അണിയുന്ന പോലെ, കുപ്പായം ഊരി എറിയുന്ന പോലെ ചില ആളുകളിൽ നിന്നും ഈമാൻ ഉയർത്തപ്പെടുന്നുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുസ്ബിഹു മുഅ്മിന, നേരം വെളുത്തപ്പോൾ ആൾ മുസ്ലിമാണ്, വയുംസി കാഫിറ, ഒരു യൂട്യൂബ് വീഡിയോ കണ്ടതാണ്, അതിനുശേഷം വൈകുന്നേരമായപ്പോൾ ആൾ യുക്തിവാദിയായി മാറിയിട്ടുണ്ട്. യുംസി മുഅ്മിനൻ, രാത്രി വരെ മുസ്ലിമാണ്, നിസ്കാരമുണ്ട്, നേരം വെളുക്കുന്നതിനിടയിൽ അവൻ എന്തോ ഒരു യൂട്യൂബ് പ്രഭാഷണം കേട്ടതാണ് ഒരു യുക്തിവാദിയുടെ. അവിടം മുതൽ യുസ്ബിഹു കാഫിറ, നേരം വെളുക്കുമ്പോൾ ഉമ്മ ഇനി ഞാൻ നിസ്കരിക്കില്ല എന്ന് പറയുന്ന വിധം ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു കാലം അന്ത്യനാളിന്റെ മുമ്പിൽ. ഒരു രാത്രി ദിവസത്തിന്റെയും രാത്രിയുടെയും വ്യത്യാസത്തിൽ ഈമാനിൽ നിന്ന് കുഫറിലേക്കുള്ള യാത്രകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കൈകളിൽ കിടക്കുന്ന സോഷ്യൽ മീഡിയകളുടെ അതിപ്രസരമോ അല്ലെങ്കിൽ സ്വാധീനമോ കൊണ്ട് ഒരു ദിവസത്തിനിടയിൽ എത്രയധികം ചിന്തകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്, എത്രയാളുകളുടെ വിഷലിപ്തമായ ഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ച് പേടി വേണം. നരകത്തിലേക്ക് അല്ലാഹു എറിയുന്ന പോലെ തീയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ തീ പോകട്ടെ, നട്ടുച്ച നേരത്ത് നിൽക്കാൻ കഴിയുമോ നമുക്ക്? വെയിലത്ത് തീ തൊടാൻ കഴിയുമോ കൈകൊണ്ട്? തീയിലേക്ക്, നരകത്തിന്റെ തീയ് ഇതിനേക്കാളും 70 ഇരട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ ചൂടുകൊണ്ടുണ്ടാക്കിയ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് എങ്ങനെ നിങ്ങൾ പേടിക്കുന്നുവോ അതുപോലെ യുക്തിവാദത്തിലേക്കോ യുക്തിരാഹിത്യത്തിലേക്കോ മതനിരാസത്തിലേക്കോ പോകുന്നത് പേടിക്കുന്ന ഒരു മനസ്സുള്ള ആളുകൾക്ക് ഈമാനിന്റെ മധുരമറിയാൻ കഴിയും. നിങ്ങൾ അല്ലാഹുവിനെ പരീക്ഷിക്കരുത്. അല്ലാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും ഒരു മുസ്ലിം ഇല്ലെങ്കിലും അല്ലാഹു ഗനിയാണ്. ഹുവൽ മുഗ്നി ഹുവൽ മുഹീ ഹുവൽ മുമീതു ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിന്റെ വിശേഷണങ്ങൾ, അവന്റെ സിഫാത്തുല്ലാഹിൽ ഉൽയ, അത് അല്ലാഹുവിന് അങ്ങനെ നിലനിൽക്കുന്നു. നമ്മൾ ആരും അവന് സുജൂദ് ചെയ്തില്ലെങ്കിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്നെയാണ്. നമ്മളതിന് പറ്റൂലേ? അള്ളാഹു നമ്മളെ അങ്ങ് നിഷ്കാസനം ചെയ്ത് അതിന് പറ്റിയ ആളുകളെ അള്ളാഹു ഇങ്ങ് കൊണ്ടുവരും. ഈമാനിന്റെ മധുരം നമ്മുടെ കൽബുകളിലേക്ക് വരണം. അതുകൊണ്ട് ഈമാൻ എന്നത് ലൈസ ബിത്തമന്നി വലാ ബിത്തഹല്ലി, ഈമാൻ എന്നത് മനുഷ്യന്റെ മോഹമല്ല, വലാകിൻ ബിമാ വഖറ ഫിൽ ഖൽബ്, ഹൃദയത്തിനുള്ളിൽ കിടക്കുന്നു. വസദ്ദഖഹുൽ ലിസാൻ, ഹൃദയത്തിനുള്ളിലുള്ളത് നാവ് കൊണ്ട് വെളിവാക്കി പറയുകയും നമ്മുടെ കർമ്മങ്ങളിലൂടെ പ്രതിഫലിക്കേണ്ടതാണ് ഇസ്ലാം. ഞാനൊരു മുസ്ലിമാണെന്ന് പറയുന്നത് കർമ്മങ്ങളിലൂടെ കാണിക്കേണ്ടതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതിന് ത്യാഗം വേണം. അതിന് അല്ലാഹുവിന് ത്യാഗം ചെയ്യാൻ കഴിയണം. നമ്മുടെ സമ്പത്തിൽ അല്ലാഹുവിന് അവകാശമുണ്ട് എന്ന് തോന്നണം. നമ്മുടെ സമയത്തിൽ അല്ലാഹുവിന് അവകാശമുണ്ടെന്നറിയണം. അതറിഞ്ഞതിന്റെ പേരിലാണല്ലോ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. അല്ലാഹു അത് അങ്ങനെ തന്നെയായി സ്വീകരിക്കട്ടെ. നിങ്ങൾക്കൊക്കെ എത്രയോ തിരക്കുള്ള ആളുകൾ ഈ സമയം അല്ലാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് കേൾക്കാൻ വന്നിരിക്കുന്നത്. നമ്മുടെ സമയത്തിൽ നിന്ന് അല്ലാഹുവിന് അവകാശപ്പെട്ട സമയമുണ്ട്, അത് നാം വകവെച്ചു കൊടുക്കണം എന്ന ഒരാശയത്തിന്റെ പിന്നിലാണെങ്കിൽ നമ്മുടെ വരവ് ലാഭമാണ്, ഈ ഇരിക്കുന്നത് ലാഭമാണ്, കേൾക്കുന്നത് ലാഭമാണ്, ചിന്തിക്കുന്നത് ലാഭമാണ്. അല്ലാഹു ഇത് സൽക്കർമ്മമായി സ്വീകരിക്കുകയും നാളെ നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ദീനിന് താങ്ങായി നമുക്ക് നിൽക്കാൻ കഴിയണം.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ് സ്വഹീഹൈനിലുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഹബീബിന്റെ ആദ്യ ഭാര്യ, നമ്മുടെ ഉമ്മയായ ഫാത്തിമ ബീവിയുടെ ഉമ്മയായ സർവമാന അഹ്ലു ബൈത്തും കടന്നു പോകുന്നത് ഫാത്തിമ ബീവിയിലൂടെയാണ്. അവരുടെ ഉമ്മയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. മഹദി റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ വരുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. യാ റസൂലല്ലാഹ്, ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബിനോട് പറയുന്നു, നബിയേ ഹാദിഹി ഖദീജതു, നബിയേ ഖദീജ ബീവി ഇദാ അതത്, അങ്ങയുടെ മുമ്പിലേക്ക് വരുന്നു നബിയേ. വമഅഹാ ഇനാഉൻ ഫീഹി തുആമുൻ വശറാബ്, അങ്ങേക്ക് തിന്നാനും കുടിക്കാനുമുള്ള ഭക്ഷണവുമായി ഖദീജ ബീവി അതാ കൊണ്ടുതരുന്നു നബിയേ. ഇപ്പോൾ വരുന്നുണ്ട്, അങ്ങയുടെ വീട്ടിലേക്ക് എത്താറായിട്ടുണ്ട് നബിയേ. ഫഇൻ ഹിയ അതത്, ഖദീജ ബീവി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ ഫഖറ അലൈഹാ മിർ റബ്ബിഹാ സലാം വമിന്നി, ഞാനും അല്ലാഹുവും അവരോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞുവെന്ന് ഖദീജ ബീവിയോട് പറയണേ നബിയേ എന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താണ് ആ സർട്ടിഫിക്കറ്റ്? അല്ലാഹു സലാം പറഞ്ഞയച്ചു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു പോയിട്ടുണ്ട്. അസ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ ഖാല നഅം ഫബകാ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങൾ വിളിച്ച് ഇതുപോലൊരു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. സയ്യിദുൽ ഖുറാ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്യുന്ന, ഖുർആൻ പഠിക്കുന്ന ആലിമീങ്ങളുടെ നേതാവ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, ഉബയ്യേ, അല്ലാഹു എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന്. ഇരിക്കിൻ ഉബയ്യേ, ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. തങ്ങളോട് പറഞ്ഞു, ഉബയ്യ് തങ്ങൾക്ക് നിങ്ങൾ സൂറത്തുൽ ബയ്യിന ഓതി കൊടുക്കണം നബിയെ. ഉബയ്യ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അസ്മാനി റബ്ബി ഫിൽ മലഇൽ അലാ, ഉന്നതമായ ലോകത്ത് അല്ലാഹു എൻ്റെ പേര് പറഞ്ഞോ നബിയെ, എൻ്റെ പേര് പറഞ്ഞോ? ഖാല നഅം, ഉബയ്യ് ഇബ്നു കഅബ് എന്ന് പറഞ്ഞു ഉബയ്യേ. ഫബകാ ഉബയ്യ്, ഉബയ്യ് റളിയല്ലാഹു അൻഹു സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അല്ലാഹു നമ്മളെ പറ്റി പറയുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു എളുപ്പവഴിയുണ്ട്. അല്ലാഹു നമ്മളെ പറ്റിയൊക്കെ ആകാശലോകത്ത് പറയുന്നുണ്ടോ എന്നറിയാൻ. ഇതെന്താ? ഇൻ ദക്കറഹു ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി, ഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈരിൻ മിൻ. നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണെങ്കിൽ, നമ്മൾ ഒറ്റയ്ക്ക് ദിക്ർ ചൊല്ലുകയാണെങ്കിൽ, നമ്മൾ അല്ലാഹുവിനെ ഓർക്കുകയാണത്. നമ്മൾ ആരാരും കാണാതെ ഒറ്റയ്ക്ക് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയാൽ, അല്ലാഹുവിനെ ഓർത്താൽ, അല്ലാഹു അവന്റെ നഫ്സിൽ നമ്മളെ ഓർക്കും. അല്ലാഹു ഒറ്റയ്ക്ക്. ഒരു സദസ്സിലാണ് നമ്മൾ അല്ലാഹുവിനെ ഓർക്കുന്നത്, ഒരു വീട്ടിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു ക്ലാസ് റൂമിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു മജ്ലിസിലാണ്, ഒരു സ്വലാത്തിന്റെ ദിക്റിന്റെ മജ്ലിസിലാണ് നമ്മൾ അല്ലാഹുവിനെ പറ്റി പറയുന്നത്, ഒരു വഅദിലാണ് അല്ലാഹുവിനെ പറ്റി പറയുന്നതെങ്കിൽ അല്ലാഹു ആ സദസ്സിനേക്കാളും ഖൈറായ ഒരു സദസ്സിൽ വെച്ച് നിങ്ങളെ അല്ലാഹു ഓർക്കുമെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ലോകത്ത് ഓർക്കപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ സംബന്ധിച്ച് ലാ യസാലു ലിസാനുക റത്ബൻ ബിദിക്രില്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വരുന്നു, നബി തങ്ങളോട് പറയുന്നു, നബിയേ ഖദീജ ബീവിയോട് ഒരു സന്തോഷം പറയണം. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നതി മിൻ ഖസബിൻ ലാ സഖബ ഫീഹാ വലാ നസബ്. നബിയേ, ഒറ്റമുത്തിനാലുള്ള മനോഹരമായ ഒരു കൊട്ടാരം, ഒരു ഒറ്റമുത്ത് കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം. ഇത് ഭൂമിയിലെ മുത്തുകളല്ല, ഇത് സ്വർഗ്ഗലോകത്തെ ലുഅ്ലുകളാണ്. ആ ഒറ്റമുത്തിന്റെ മനോഹരമായ ഒരു കൊട്ടാരം, ലാ സഖബ ഫീഹാ വലാ നസബ്, അതിൽ ക്ഷീണമോ അനാവശ്യ വർത്തമാനങ്ങളോ കേൾക്കേണ്ടി വരാതെ ഖദീജ ബീവിക്ക് സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു പാലസ് അല്ലാഹു ഒരു പേൾ കൊണ്ട്, ഒരൊറ്റ മുത്ത് കൊണ്ട് അല്ലാഹു ഉണ്ടാക്കുന്നുണ്ടെന്ന് അവരോട് പറഞ്ഞേക്കണേ നബിയെ. ഖദീജ വരാറായി, ഞാൻ ഈ പറഞ്ഞത് അവരോട് പറയണേ എന്ന് പറഞ്ഞ് ഹബീബിൽ നിന്ന് ഉയർന്നു പോകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം
എന്തുകൊണ്ടെന്നറിയുമോ? നബി തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഖദീജയെ അല്ലാഹു അത്രമേൽ ഇഷ്ടപ്പെട്ടത്. ആമനത് ബി യൗമ കഫറ ബിന്നാസ്, എന്നെ ജനങ്ങളെ വിശ്വസിക്കാത്ത കാലത്ത് എന്നെ വിശ്വസിച്ചവരല്ലേ ഖദീജ റളിയല്ലാഹു അൻഹാ. ഹബീബിന് ഭ്രാന്താണെന്ന് പറഞ്ഞ ആളുകള് അന്നേരത്തെ ഹബീബിനോട് എന്താ ഖദീജ ബീവി പറഞ്ഞത്? ഖല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, നബിയെ അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ലല്ലോ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയോ? اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. പനി പിടിച്ചോടി വരികയാണ് ഹബീബായ തങ്ങൾ. ജമ്മിലൂനി ഖദീജ, എനിക്ക് പുതപ്പ് തരണേ ഖദീജ, പനി ബാധിച്ചിരിക്കുന്നു ഖദീജ. ആരോ എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയും ഓതാൻ പറയുകയും ചെയ്തുവെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അനുഭവം പറയുമ്പോ മഹദി പറഞ്ഞ മറുപടിയുണ്ട്, കല്ലാ, അങ്ങ് പേടിക്കരുതേ, ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു നിങ്ങളെ കൈവടിയുകയില്ല ഭർത്താവേ. എന്തേ കാരണം? ഇന്നക ലതസ്വിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർത്തുന്നവരാണ്. വതഹ്മിലുൽ കല്ല, ഭാരം ചുമക്കുന്നവരാണ്. വതുഗീതുൽ മൽഹൂഫ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, വെള്ളപ്പൊക്കമോ കൊടുങ്കാറ്റുകളോ ഭൂകമ്പങ്ങളോ ഉണ്ടായാൽ സഹായത്തിന് ഓടിച്ചെല്ലുന്നവരല്ലയോ നബിയെ നിങ്ങൾ? അങ്ങനത്തെ ഒരാളെ അല്ലാഹു കൈവടിയില്ല. ഏറ്റവും നല്ല ചാരിറ്റി പ്രവർത്തനം നുബുവത്തിന്റെ മുമ്പ് ചെയ്ത സർട്ടിഫിക്കറ്റാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിന് ഇത് കൊടുക്കുന്നത്. ഇതൊരു വലിയ സർട്ടിഫിക്കറ്റ് അല്ലേ? സ്വന്തം പെണ്ണുങ്ങളെടുത്ത് പുല്ല് വിലല്ല എത്ര നേതാക്കന്മാരുണ്ടാവും ലോകത്ത്. പെണ്ണുങ്ങളെടുത്ത് എന്ന് നോക്കണ്ടേ? നാട്ടില് വലിയ സംഭവമാണ്, പക്ഷേ വീട്ടില് പുല്ല് വില. അങ്ങനെ പറയില്ലേ, നാട്ടിൽ വിലയില്ലാത്തത് നോക്കണ്ട, നാട് വിട്ടാ പുല്ല് വില ഉണ്ട്. അപ്പോ ഇതങ്ങനെയല്ല, നാട് വിട്ടാ ഭയങ്കര വിലയാണ്, നാട്ടില് പുല്ല് വിലയാണ്. ഭർത്താവിന്റെ നന്മകൾ എടുത്തു പറഞ്ഞത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് ജനൂനാണ്, അത് ജനൂനാണ്. അവിടെ പിന്നെ അതിൽ മറയില്ല. അവർക്കിനെ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ഉള്ളത് പറയാലോ പെണ്ണുങ്ങൾക്ക്. അത് പറഞ്ഞു മുത്ത് നബിയോട്. എന്ത്? നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇവിടെ നിന്നൊക്കെ നമ്മുടെ വളണ്ടിയർമാരൊക്കെ പോയില്ലേ, വിഖായ വളണ്ടിയേഴ്സ്, വൈറ്റ് ഗാർഡ് ഒക്കെ ഇറങ്ങിയില്ലേ നാടിലൊന്നാകെ, നിലമ്പൂരിലും കവളപ്പാറയിലും ഒക്കെ ചെന്ന് നമ്മൾ സഹായം ചെയ്തില്ലേ? അതിൻ്റെ ഒക്കെ നമ്മുടെ മാതൃക നമ്മുടെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ വതുഈനു അലാ നവാഇബിൽ ഹഖ്, നബുവത്തിന്റെ മുമ്പ് നിബിതങ്ങൾ ഏറ്റവും വലിയ റിലീഫ് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ഖദീജ ബീവി പറഞ്ഞത്. ആ ഹബീബിനെ വിശ്വസിച്ചു. യൗമ കഫറ ബിന്നാസ്, ജനങ്ങൾ എന്നെ അവിശ്വസിച്ച കാലത്ത് എന്നിൽ വിശ്വസിച്ച ആദ്യത്തെ മുഅ്മിനത്തല്ലേ. ഇവിടെ പെണ്ണുങ്ങളുടെ മഹത്വം അറിയാൻ ഒരൊറ്റ കാര്യം മതി. ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് ഒരു പെണ്ണാണ്. ഇസ്ലാമിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലശേഷം ഇസ്ലാമിലെ ആദ്യത്തെ മെമ്പർഷിപ്പ് അതൊരു മഹദിയാണ്, ഖദീജ റളിയല്ലാഹു അൻഹ. പിന്നെയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുന്നത്. അതുപോലെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഫഖറായിട്ട് അഭിമാനമായിട്ട് നിബിതങ്ങൾ പറയുമായിരുന്നു, വആവതിനി യൗമ തറദനിന്നാസ്, ജനങ്ങൾ എന്നെ അട്ടിയോടിച്ചപ്പോൾ എനിക്ക് അഭയം തന്നവളാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. വസദ്ദഖത്നി യൗമ കദ്ദബനിന്നാസ്, ഞാൻ പറയുന്നത് നുണയാണെന്ന് ജനങ്ങൾ പറഞ്ഞ കാലത്ത് അങ്ങ് പറയുന്നത് സത്യമാണെന്ന് എന്നെ വിശ്വസിച്ചവരാണ്. വഅഅതനി മാലഹാ യൗമ ഹറമനിന്നാസ്, ജനങ്ങൾ ദീനിന് പൈസ തരാതെ നിന്നപ്പോൾ നബിയെ എന്റെ കാശ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് ബിസിനസ്സിൽ നിന്ന് മഹദിക്ക് ലഭിക്കുമായിരുന്ന കാശ് ദീനിന് വേണ്ടി എടുത്തു കൊടുത്തവരാണ് ഖദീജ റളിയല്ലാഹു അൻഹാ. നാട്ടിലെ മദ്രസൊക്കെ നടക്കാൻ നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ ഈ മാതൃകയെ നമ്മൾ ഉൾക്കൊള്ളണം ഇൻഷാ അല്ലാഹ്. ആളുകൾ കൊടുക്കാതിരുന്ന കാലത്ത് എന്റെ ഖദീജ തന്നില്ലേ ദീനിന്? എന്നെ വിശ്വസിക്കാത്ത കാലത്ത് അവരെന്നെ വിശ്വസിച്ചില്ലേ? ജനങ്ങൾ എന്നെ കള്ളനാണെന്ന് പറഞ്ഞപ്പോ എന്നെ സത്യസന്ധമാക്കി വിശ്വസിച്ചില്ലേ അവര്?
അതുകൊണ്ട് തന്നെ അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒറ്റമുത്തിന്റെ ഭവനം കൊടുത്തു ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവേ ഞങ്ങൾക്കും നന്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ പ്രിയപ്പെട്ട മോളാണ് അവിടുത്തെ എന്താ ലൈവില്ലേ, ക്ലിയർ ഇല്ല, സിഗ്നൽ ഇല്ല. അപ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി റളിയല്ലാഹു തആല അൻഹ. അവരെ സംബന്ധിച്ച് സഹോദരിയുടെ മകൻ ഖാസിം എന്നിവർ പറയുന്നുണ്ട്, കാനത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ തസൂമുദ് ദഹർ, കാലം മുഴുവൻ നോമ്പെടുത്തിരുന്ന മഹദിയാണ് ഖദീജ ആയിഷ ബീവി റളിയല്ലാഹു തആല. ഒരുപാട് നോമ്പെടുക്കും, വിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യും. ഒരുപാട് നമുക്കൊക്കെ ഇന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പും ആ ഒരു ഡാറ്റയൊക്കെ വന്നതിന്റെ ശേഷം ഖുർആൻ ഓതാൻ പറ്റാതിരിക്കുന്ന ഒരു പ്രയാസങ്ങൾ അനുഭവിക്കണില്ലേ? ഖുർആൻ ഓതാൻ പറ്റൂല, അപ്പോഴേക്കും മെസ്സേജ് ഗ്രൂപ്പിൽ പഠിച്ചവൻ എന്താ എടുത്തു നോക്കി, അപ്പോഴേക്കും ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻ വന്നു, അപ്പോഴേക്കും അത് വേറൊന്ന് ലിങ്ക് വന്നു, അപ്പൊ അത് കയറിപ്പോയി. പിന്നെ ഓതാൻ നേരല്ല. ഖുർആൻ ഓതാൻ കഴിയാതെ ഡാറ്റ അല്ലെങ്കിൽ വൈഫൈ ഉണ്ടായതിന്റെ പേരിൽ ഖുർആനിൽ നിന്ന് അകന്നു കഴിയുന്ന എത്രയായിരം നമ്മുടെ ചെറുപ്പക്കാർ. അതൊക്കെ ഒന്ന് പൂട്ടി വെച്ചിരുന്നെങ്കിൽ എത്ര ഖുർആൻ ഓതാമായി. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കഴിഞ്ഞ കാലം ഇനി വീണ്ടെടുക്കാൻ കഴിയുമോ? ഇല്ല. ഇനി വരാൻ പോകുന്ന കാലം തിരിച്ചു കിട്ടുമോ? ഇല്ല. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ? നമ്മൾ ഈ വായിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളൊക്കെ എത്ര വലിയ ശ്രേഷ്ഠമായതാണ് റബ്ബേ അല്ലാഹുവിന്റെ വചനം, എത്ര ശ്രേഷ്ഠമാണ് വിശുദ്ധ ഖുർആൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികത്തുകൂടെ നിസ്കാരം കഴിഞ്ഞാൽ മദീന പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഖാസിം റളിയല്ലാഹു അൻഹു മഹദി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികത്തുകൂടെയാണ് പോകുന്നത്. താബിഈയാണ് ഖാസിം എന്നവരെ. അബ്ദഉ ബിബൈതി ആയിഷ റളിയല്ലാഹു അൻഹാ ഫഉസല്ലിമു അലൈഹാ, എൻ്റെ ഉമ്മയുടെ സഹോദരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഞാൻ സലാം പറയും. ഞാൻ അങ്ങനെ ഒരു ദിവസം ചെന്ന് സലാം പറയാൻ നോക്കുമ്പോ മഹദി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് തസ്ബീഹ് ചൊല്ലുന്നു. മഹദി പിന്നെ ഖുർആൻ ഓതുന്ന നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു, ഖുർആൻ ഓതുന്നു. ഫാത്തിഹ കഴിഞ്ഞ് ബീവി ഇങ്ങനെ ഓതുന്നത് ഞാൻ കേട്ടു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു ഇന്നഹു ഹുവൽ ബർറുർ റഹീം. മഹദി ഇങ്ങനെ ഓതാണ്. എന്തായാലും അർത്ഥം, സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ, സിറാത്ത് പാലം നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച പാലമാണ്. ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം അഹദ്ദു മിനസ് സൈഫി വഅഖഫു മിനശ് ശഅരി, മുടിയേക്കാൾ നേർത്തതും വാളിനേക്കാൾ മൂർച്ചയേറിയതുമായ ഒരു ബ്രിഡ്ജ് നരകത്തിന്റെ മീതെ. നമ്മളൊക്കെ കടന്നു പോകണം. അല്ലാഹു നമ്മെ സലാമത്തിലാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ദീനിന്റെ സഹായികളായ നമ്മളെല്ലാവരെയും അല്ലാഹു സലാമത്തിലാക്കി തരട്ടെ. എത്ര വലിയ ഒരു ത്യാഗമാണ് റബ്ബേ. അമ്പിയാക്കന്മാരൊക്കെ പോകും, ഉമ്മത്തികൾ കടക്കുമ്പോൾ നബിതങ്ങൾ ആ ബ്രിഡ്ജിന്റെ തലക്ക് നിൽക്കുന്നതാണ്. അവിടെ നിന്ന് പറയും അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം അല്ലാഹുമ്മ സല്ലിം. പടച്ചവനെ രക്ഷപ്പെടുത്തണേ, അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന, രക്ഷപ്പെടുത്തണേ റബ്ബേ, എൻ്റെ ഉമ്മത്തിയാണ് ഈ പോകുന്ന, രക്ഷപ്പെടുത്തണേ. അത് ഹബീബ് പറയണമെങ്കിൽ ഹബീബിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണ്ടേ? 5 നേരത്തെ നിസ്കാരം നമുക്ക് കൊണ്ടുതന്ന ഹബീബ്, ആ ഏൽപ്പിച്ചത് നമ്മൾ മുറുകെ കൊണ്ടു നടക്കണ്ടേ മുഅ്മിനെ? അല്ലാഹു നമ്മളോട് കരുണ കാണിച്ചുവല്ലോ. നരകത്തിന്റെ അദാബ് അല്ലാഹു നമുക്ക് തൊടാതെ രക്ഷപ്പെടുത്തിയല്ലോ. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദ്ഊഹു, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നുവല്ലോ. ദുനിയാവിൽ ദുആ ഇരക്കണം, അല്ലാഹുവേ രക്ഷപ്പെടുത്തണേ. ഇന്നഹു ഹുവൽ ബർറുർ റഹീം.
ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ആ പാരായണം മഹദി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ മദീനയുടെ സൂക്കിലേക്ക് പോയി എളാമയോടൊന്ന് സലാം പറയാമെന്നതാ. പക്ഷേ എളാമ ഖുർആനിലാണ്, നിസ്കാരത്തിലാണ്. അങ്ങനെ ഓതുകയാണ്, നിസ്കാരത്തിൽ നിന്നുകൊണ്ട് ഓതുകയാണ്. ഞാൻ അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നു. അപ്പോഴും ബീവി ഓതിക്കൊണ്ടിരിക്കുകയായിരുന്നു. فمن الله علينا ووقانا عذاب السموم إنا كنا من قبل ندعوه إنه هو البر الرحيم فذكر فما أنت بنعمة ربك بكاهن ولا مجنون. അത് സിദ്ദീഖ് എന്നവരുടെ മോള് ആയിഷ റളിയല്ലാഹു അൻഹ. ഇനി ഫാറൂഖ് എന്നവരുടെ മകൾ ഹഫ്സ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ ഭാര്യയാണ്.